കിച്ചൺ. ഇന്നൊരു 1/2 kg വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു 2 മുട്ടയൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണിത്. പിന്നെ ഇതുണ്ടാക്കിയത് ഓവനിലൊന്നല്ല, സോസ് പാനിലാണ് ഈ ഒരു കേക്കിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബെല്ലൈക്കൺ തെളിഞ്ഞു വരും. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു 2-3 തവണ ഒന്ന് അരിച്ചെടുക്കണം. പൊടികളെല്ലാം കൂടി ഇതുപോലെ 3-4 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്ക്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു 2 മുട്ടയാണ് വേണ്ടത്. ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മിക്സിയിൽ ചെയ്യുകയാണെങ്കിൽ മിക്സിയിൽ ചെയ്തോളൂ. മിക്സിയിൽ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതി, ഒരു 2 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്നങ്ങ് ബീറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കണ്ട, കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സായിട്ട് ബീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ നന്നായിട്ട് 2 മുട്ടയിലുള്ളൂ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ച പൊടികൾ പകുതിയായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. പതുക്കെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല ബലം കൊടുത്ത് മിക്സ് ചെയ്യണ്ട. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ സോസ് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. താഴ്ഭാഗത്ത് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് സോസ് പാൻ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ താഴ്ഭാഗത്തും പിന്നെ ആ സൈഡിലൊക്കെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. കുറേയൊന്നും വേണ്ട. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് 1-2 തവണ ഒന്ന് തട്ടി കൊടുക്കണം, എയർ ബബിൾസൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അടച്ച് വെക്കണം. ഒരു 25 മിനിറ്റാണ് ടോട്ടൽ എനിക്ക് ബേക്കായി കിട്ടാൻ വേണ്ടി വന്നത്. ഇത് ചെറിയ കേക്കല്ല, അപ്പോൾ കുറച്ചല്ലേ ബാറ്ററുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഓവനിൽ വേണമെങ്കിൽ ഓവനിൽ ചെയ്യാം. ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേക്ക് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് ഞാൻ കുത്തി നോക്കിയപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉൾഭാഗമൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. നല്ലോണം ചൂടാറി ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. കണ്ടില്ലേ, ചെറിയ കേക്കാണ്. നമുക്ക് 2 ലെയറായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ, 3 ലെയർ ആക്കാൻ പറ്റില്ല. ഇപ്പോൾ ഓവനിൽ ചെയ്യുമ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ പാനൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 ലെയറായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ സോസ് പാൻ കുറച്ച് വലിപ്പമുണ്ടല്ലോ. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതിപ്പോൾ ഇനി മാറ്റി വെക്കുക. നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ക്രീം ഞാൻ മാക്ടോപ്പിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പോളം ക്രീം എടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫായി കിട്ടുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് താഴ്ഭാഗത്ത് ഒരു ബൗളിൽ കുറച്ച് ഐസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ ഒരു ബൗൾ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിൽ ഞാൻ വാനില എസൻസോ ഐസിങ് ഷുഗറോ ഒന്നും ചേർക്കുന്നില്ല. നല്ല സ്റ്റിഫായിട്ട് ഇതേപോലെ ആയി കിട്ടണം. നമ്മുടെ ബൗളൊന്ന് കമിഴ്ത്തി നോക്കിയാൽ അങ്ങനെ ക്രീം താഴോട്ടേക്കൊന്നും പോകരുത്. നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ടേബിളിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കേക്കിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ഒന്ന് വെറ്റാക്കി എടുക്കണം. നല്ല സോഫ്റ്റാണ്, എന്നാലും നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കണം. എന്നിട്ട് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറി കട്ട് ചെയ്തതും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റേ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കേക്ക് കംപ്ലീറ്റ് ക്രീം വെച്ചിട്ട്
ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവുന്നതുപോലെ മാക്സിമം നീറ്റായിട്ട് ചെയ്യാൻ നോക്കുക. ഇനി ഇതിൻ്റെ സൈഡിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ഒരു 15 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേക്ക്. അപ്പോൾ ഡെക്കറേഷൻസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് മുകൾ ഭാഗത്ത് ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ചെറി വെച്ച് കൊടുക്കുകയാണ്. ഇത് ഗ്ലേസ്ഡ് ആയിട്ടുള്ള ചെറിയാണ്. പിന്നെ നടുവിലും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അലങ്കാരപ്പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 30 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. എന്നിട്ടാണ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഈസിയല്ല ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്